ഹലോ ഫ്രണ്ട്സ്, ജെയ്സ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെയ്സ്. ഞാൻ കാനഡയിലെ വിക്ടോറിയ എന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ഒക്ടോബർ ഫുൾ മൂണിനോ മറ്റോ ആയിരുന്നു നമ്മൾ പ്ലാന്റ് ചെയ്ത് വെളുത്തുള്ളി റഷ്യൻ റെഡ് ഗാർലിക് നമ്മൾ വെറൈറ്റി നട്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് പറിച്ച് നോക്കാം. കുറച്ച് ഹാർഡാണ് പറിക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വെളുത്തുള്ളി, ഈ വർഷത്തെ ആദ്യത്തെ വെളുത്തുള്ളി. വാ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ കുഴപ്പമില്ലാതെ നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ മാറ്റിയിടാം. വേറെ ഒന്നും കൂടെ പറിച്ച് നോക്കാം. മൂട് അഴുകിപ്പോയിട്ടുണ്ട്. ആദ്യം നോക്കാം എന്തെങ്കിലും ഉണ്ടോ അടിയിൽ. തണ്ടഴുകിയിട്ടുണ്ടെങ്കിലും വെളുത്തുള്ളി പോയിട്ടില്ല. ഇവിടെ കനേഡിയൻസൊക്കെ പറയുന്നത് വെളുത്തുള്ളി ഒരു ഹെവൻലി ഫുഡാണ്, അല്ലെങ്കിൽ ഹെവൻലി പ്ലാന്റ് ആണെന്നുള്ളതാണ്. അത്രയും ഔഷധ ഗുണം ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും വെളുത്തുള്ളിയുടെ ഈ ഔഷധ ഗുണമൊക്കെ അറിയാമെങ്കിലും വളരെ ലൈറ്റായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ധാരാളം ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആളുകൾ വെളുത്തുള്ളി ഒരെണ്ണമെങ്കിലും അവരുടെ തോട്ടത്തിൽ നട്ടു വെക്കും. ഇവർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല, എന്നാൽ പോലും വെളുത്തുള്ളി എല്ലാവരുടെയും ഒരു ഗാർഡൻ്റെ അകത്തൊരു മെയിൻ പ്ലാന്റ് തന്നെയാണ്. ചിലതിൻ്റെ തണ്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അടിയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നിരാശപ്പെടുത്താതെ ഉള്ളൊരു പ്രതികരണമാണ് ഇതുവരെ. മറ്റ് ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ വെളുത്തുള്ളി വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ക്രോപ്പാട്ടോ. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശം പറിക്കാൻ സമയമാകുമ്പോഴത്തേനും ഒന്ന് നോക്കിയാൽ മതി. ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം, ഒരുപാട് കളയൊക്കെ വളരാതെ നോക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ സമയത്തൊക്കെ ഒന്ന് വാട്ടർ ചെയ്യണം. ഒരു സ്പ്രിങ്ങിലും പ്ലാന്റ് വളർന്നു വരുന്ന സമയത്തും ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരുവിധം വെള്ളം ഇല്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ് വെറൈറ്റി പ്ലാന്റ്സ് എന്ന് പറയാം. അപ്പം ടഫായിട്ടുള്ള കണ്ടീഷൻസിലും ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ട് വെളുത്തുള്ളിക്ക്. വെളുത്തുള്ളി ശരിക്കും നമ്മൾ പറിക്കുന്നതിൻ്റെ ഒരു ടൈമാകുന്നത് ശരിക്കും പ്ലാന്റ് തന്നെ പറയുന്നത്. അപ്പം നമ്മുടെ അടിയിലത്തെ ഒരു 3-4 ഇല ഉണങ്ങി തുടങ്ങുമ്പോഴാണ് അടിയിൽ പറിക്കുക. അപ്പോൾ ഈ ഒരു ചെടി നോക്കാൻ കേട്ടോ, എൻ്റെ ചുവട്ടിൽ 3-4 ഇലകളോളം ഉണങ്ങി. അപ്പോൾ ഈ നല്ലൊരു ടൈം എടുക്കാം വെള്ളം എടുക്കാനായിട്ട്. ഇത് നോക്കി, ഞാൻ ഒരെണ്ണം പറിച്ചപ്പോഴത്തേനും അതിൻ്റെ തണ്ടിങ്ങ് പൊട്ടിപ്പോകുന്നു. പക്ഷേ നോക്കും അതിൻ്റെ വലിപ്പം നോക്കാം. എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ കൈയിലും വലിപ്പമുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പറിച്ചെടുത്ത വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഡെക്കിൽ കൊണ്ടുവന്ന് അടുക്കി തണലത്ത് കിടന്ന് കുറച്ച് ദിവസം ഉണങ്ങിയിട്ട് വേണം നമുക്കടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാർലിക്ക് ഇപ്പോൾ ഒരുവിധം ഒന്ന് തണലത്ത് കിടന്നൊന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിന് നെക്സ്റ്റ് സ്റ്റേജായിട്ട് ഞാൻ ചെയ്യുന്നത് അതിനെ ഒരു ബഞ്ചായിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് ഒരു വള്ളി കൊണ്ടൊന്ന് കെട്ടി ഇങ്ങനെ നമുക്കൊന്ന് നമ്മുടെ മച്ചിൻ്റെ മുകളിലൊന്ന് കെട്ടിത്തൊക്കെ. അപ്പോൾ വെളുത്തുള്ളി കൂട്ടന്മാരെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങാനായിട്ട് റെഡിയായി മച്ചിൻ്റെ മുകളിൽ ഞാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇവരെ ഒരു 2-3 ആഴ്ച വരെ നമുക്കിവിടെ ഇങ്ങനെ തന്നെ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം ഈ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തിന് മുകളിൽ വെളുത്തുള്ളി കേടുകൂടാതിരിക്കും. നനവുണ്ടെങ്കിൽ, ഈർപ്പമുണ്ടെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ പൂപ്പിൽ വന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ അത് അടയാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിയെ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ bye for now. Thank you for watching my video.